പാലക്കാടേക്ക് പോകാം. തൃപ്പൂണിത്തുറയ്ക്ക് സമാനമാണ് പാലക്കാട് നഗരസഭയിലും സാഹചര്യം. അവിടെ BJP ഭരണത്തിലേറാതിരിക്കാനുള്ള ഒരു നീക്കങ്ങൾക്ക് ഭരണത്തിലേറാതിരിക്കാൻ LDFും UDFും ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, അവിടെ എന്താകും സംഭവിക്കാൻ പോകുന്നത്? അവിടെ റഷീദിനെ LDFും UDFും പിന്തുണയ്ക്കാൻ തന്നെ തീരുമാനിച്ചോ? എപ്പോഴായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക ഇക്കാര്യത്തിൽ? ദിവ്യ, കഴിഞ്ഞ 10 വർഷമായി BJP ആണ് ഈ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത്. ആദ്യ ടേമിൽ 24 സീറ്റ് നേടി അവർ കേവല ഭൂരിപക്ഷമില്ലാതെ ഭരിച്ചു. പിന്നീട് കഴിഞ്ഞ 5 വർഷം കേവല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഭരിച്ചു. നിലവിലെ സാഹചര്യത്തിൽ 25 സീറ്റാണ് BJPക്ക് ഉള്ളത്. അത് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിട്ടില്ല. 27 കേവല ഭൂരിപക്ഷം. നിലവിലെ സാഹചര്യത്തിൽ ഈ BJPയെ നഗരഭരണത്തിൽ നിന്ന് ഇറക്കണമെന്ന് UDFന് അതിയായ ആഗ്രഹമുണ്ട്. LDFനും അത്തരം ഒരു അഭിപ്രായമുണ്ട്. അതിന് ഈ LDFും UDFും ഒന്നിച്ച് ഈ ചെയർമാൻ സ്ഥാനത്തേക്കും വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കും നിൽക്കുകയാണെങ്കിൽ അത് BJP സംസ്ഥാന തലത്തിൽ തന്നെ വലിയ ആയുധമാക്കും. അത് മലമ്പുഴ, പാലക്കാട് മണ്ഡലങ്ങൾ ഉൾപ്പെടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് ഇരു പാർട്ടികൾക്കും, കോൺഗ്രസിനും CPMനും മുസ്ലിം ലീഗിനും CPIക്കും എല്ലാം തന്നെ അത്തരം ഒരു അഭിപ്രായങ്ങൾ ഉണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സ്വതന്ത്രനായി മത്സരിച്ച റഷീദ് അദ്ദേഹം ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണെങ്കിൽ LDFും UDFും റഷീദിനെ പിന്തുണയ്ക്കാം. അങ്ങനെയാണെങ്കിൽ അത് ഒരു മുന്നണി എന്ന രീതിയിലേക്ക് മാറുന്നതിന് പകരം സ്വതന്ത്രനെ പിന്തുണച്ചു എന്ന് മാത്രമേ വരൂ. അങ്ങനെ വരുമ്പോഴും വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയില്ല. എല്ലാവരും LDFിൻ്റെയും UDFിൻ്റെയും ഭാഗമായി വന്ന ആളുകളാണ്. പലരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണെങ്കിലും LDFിൻ്റെയും UDFിൻ്റെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിൽ ചെയർമാൻ സ്വതന്ത്രനും അതോടൊപ്പം തന്നെ വൈസ് ചെയർപേഴ്സൺ എന്നുള്ളത് BJPയുടെ സ്ഥാനാർത്ഥിയായി വരാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. എന്തായാലും ഇതിൽ CPM ഒരു സമ്പൂർണമായ ഒരു അനുകൂല നിലപാട് എടുത്തിട്ടില്ല. അത്തരം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു തീരുമാനത്തിലേക്കായിരിക്കും പോവുക. എന്തായാലും ഇത്തരം ഒരു സഖ്യം വരുന്നു എന്നറിഞ്ഞ BJP എന്തായാലും വലിയ ആശങ്കയിലാണ്. ഇത് ഒരു മതേതര സഖ്യമല്ലെന്നും മാങ്കൂട്ടം സഖ്യമാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടിയാണ്, മാങ്കൂട്ടം സഖ്യമാണ് എന്നാണ് BJP അതിനെ പരിഹസിക്കുന്നത്.